Hello students. In this video we can see the different types of DC generator coming under self-excited DC generator. So I have said under self-excited DC generator we can classify the DC generators into shunt wound DC generator, series wound DC generator, compound wound DC generator. So let us see first one, what is shunt wound DC generator. Okay, so എന്താണ് ഷണ്ട് വൗണ്ട് ഡി സി ജനറേറ്റർ? സോ if the field winding is connected in parallel with armature conductors, okay, if the field winding is connected in parallel with the armature conductors ആണെങ്കിൽ they are called as shunt wound DC. ഷണ്ടിൻ്റെ അർത്ഥം പാരലൽ എന്നാണ്. ഓക്കെ, they are called as shunt wound DC generator. അങ്ങനെയാണെങ്കിൽ സീരീസ് വൗണ്ട് DC generator നമുക്ക് എങ്ങനെ പറയാം? If the field winding is connected in series with the armature conductors ആണെങ്കിൽ they are called as series wound DC generator. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് വൗണ്ട് എന്ത് പറയാം? ഇൻ കോമ്പൗണ്ട് വൗണ്ട് DC generator ആണെങ്കിൽ there is a combination of series and shunt winding. അതായത് ആർമേച്ചർ കണ്ടക്ടേഴ്സിന് സീരീസ് ആയിട്ടും ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും, ഷണ്ടായിട്ടും ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ടാവും. അങ്ങനെ വരുന്ന മെഷീൻസിനെയാണ് കോമ്പൗണ്ട് വൗണ്ട് DC generators എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് us first see the what you mean by shunt wound DC generator. If the field winding of the generator is connected in parallel with the armature conductors, then they are called as shunt wound DC generator. Okay, so നമുക്ക് ഇനിയും തൊട്ട് നമ്മളെല്ലാം സർക്യൂട്ട് ഡയഗ്രം ആണ് ഇനി വരയ്ക്കുന്നത്. സോ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഏറ്റവും ആദ്യം DC ജനറേറ്ററിനെ വരയ്ക്കണം. സോ ഒരു DC ജനറേറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വരയ്ക്കാം. സോ ഒരു DC ജനറേറ്ററിന് ഒരു ബ്രഷസും ഒക്കെ ഉണ്ട്. ആ ബ്രഷിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വോൾട്ടേജ് എന്ന് കാണിക്കുകയാണ്. ഇതൊരു DC ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കാണിക്കാം. ഇത് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ നമുക്ക് EG എന്ന് എഴുതാം. ഓക്കെ, ഇനിയും ഇവ ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് ഇനി എന്താണ്? നമ്മളിനി ലോഡിലേക്ക് കണക്ട് ചെയ്യാണ്. സോ നമുക്കിതിനെ ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഇനിയും ലോഡിനെ ഇങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്തു, LOAD. ഓക്കെ, ലോഡിലേക്ക് കണക്ട് ചെയ്തു. ഇനിയും ഇവൻ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ EG എന്ന് എഴുതി. ഇനി ഇവൻ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? IA, കറണ്ട്, ആർമേച്ചർ കറണ്ട് IA എന്ന് എഴുതാം. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? ഫീൽഡ് വൈൻഡിങ് ഇനി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫീൽഡ് വൈൻഡിങ് ഇനി ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് അല്ല, ഒരു സെപ്പറേറ്റ് ഒരു സോഴ്സിൽ നിന്നല്ല ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നത്. ദ ഫീൽഡ് വൈൻഡിങ് ഈസ് എക്സൈറ്റഡ് ബൈ ദ കറണ്ട് ഫ്രം ദ ജനറേറ്റർ ഇറ്റ്സെൽഫ് ആണ്. അപ്പോൾ ജനറേറ്ററിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് IA തന്നെയാണ് ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫീൽഡ് വൈൻഡിങ് എന്താണ്? ഷണ്ട് വൗണ്ട് ആണെങ്കിൽ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ കണ്ടക്ടർ. ആർമേച്ചർ കണ്ടക്ടേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത്? ജനറേറ്ററിനകത്താണ് ഇരിക്കുന്നത്. ആ ജനറേറ്റർ കണ്ടക്ടേഴ്സിന് പാരലായിട്ട് ആര് വരണം? ഫീൽഡ് വൈൻഡിങ് വരണം. പാരലായിട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ദ ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ കണ്ടക്ടർ. ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഇതിനകത്താണ്. ആ ആർമേച്ചർ കണ്ടക്ടേഴ്സിന് പാരലായിട്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനിയും നിങ്ങളുടെ ഫീൽഡ് വൈൻഡിങ്. ആ ഫീൽഡ് വൈൻഡിങ്ങിന് ഒരു റെസിസ്റ്റൻസ് RSH എന്ന് കൊടുക്കാം. ഷണ്ട് ആയതുകൊണ്ട്, ഷണ്ട് വൗണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഈ ഒരു വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് RSH എന്ന് കൊടുക്കാം. ഇനി ഇവിടുന്ന് കറണ്ട് ജനറേറ്റ് ചെയ്തു അല്ലേ? ഒരു മെഷീൻ ഇനിയും കറങ്ങുവാണെങ്കിൽ കറണ്ട് ജനറേറ്റ് ചെയ്ത് വന്നു. ആ ജനറേറ്റ് ചെയ്യുന്ന വരുന്ന കറണ്ടിന് രണ്ട് ഡിഫറെൻറ്റ് പാത്ത് വന്നു അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് ലോഡ് കറണ്ട് എന്ന് വിളിക്കാം. ഇനിയും ഈ ഷണ്ട് വൈൻഡിങ്ങിലേക്ക് പോകുന്ന കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഷണ്ട് കറണ്ട്, ISH എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഓക്കെ, ISH എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഇനിയും ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജ്, ലോഡിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജിനെ നമുക്ക് എന്ത് വിളിക്കാം? ടെർമിനൽ വോൾട്ടേജിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്യാപിറ്റൽ V. ടെർമിനൽ വോൾട്ടേജിനെ നമുക്ക് ക്യാപിറ്റൽ V എന്നും പറയാം.
ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടെർമിനൽ വോൾട്ടേജിന് ഇക്വേഷൻ എഴുതണം. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളൊരു ഡി സി ജനറേറ്ററിനെ വരച്ചു, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കാണിച്ചു, ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് ഇ ജി. ഇതൊരു ഷണ്ട് വൗണ്ട് ഡി സി ജനറേറ്റർ ആണെങ്കിൽ ദ ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഇതിനകത്താണ്. ആർമേച്ചർ കണ്ടക്ടേഴ്സിന് പാരലായിട്ട് ഫീൽഡ് വൈൻഡിങ് വരച്ചു. ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ ആണെങ്കിൽ ആ ഫീൽഡ് വൈൻഡിങ് ഈസ് എക്സൈറ്റഡ് ഫ്രം ദ കറണ്ട് ജനറേറ്റഡ് ബൈ ദ ജനറേറ്റർ ഇറ്റ് സെൽഫ്. ആ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ ഇതുവഴി കടത്തിക്കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? സോ ഇനിഷ്യലി അത് ജനറേറ്റ് ചെയ്യുന്നത് ചെറിയൊരു കറണ്ട് ആയിരിക്കും. ആ കറണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു? ഡ്യൂ ടു റെസിഡ്യുവൽ മാഗ്നറ്റിസം. ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണെങ്കിൽ പോലും ഡ്യൂ ടു റെസിഡ്യുവൽ മാഗ്നറ്റിസം ദെയർ ഈസ് എ സ്മോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ആ സ്മോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഒരു ചെറിയ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ചെറിയ കറണ്ട് എങ്ങോട്ടും കൂടെ വരുന്നുണ്ട്? ഫീൽഡ് വൈൻഡിങ്സിലും കൂടെ വരുന്നുണ്ട്. സോ ആ ഫീൽഡ് വൈൻഡിങ്സിൽ കൂടെ വരുമ്പം ആ ഫീൽഡ് എക്സൈറ്റ് ആവുന്നു, കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ ഈ കണ്ടക്ടേഴ്സ് കട്ട് ചെയ്യുമ്പോൾ, ഈ ജനറേറ്റേഴ്സിലെ കണ്ടക്ടേഴ്സ് കട്ട് ചെയ്യുമ്പം കൂടുതൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൂടുതൽ കറണ്ട് വരുന്നു. അത് വോൾട്ടേജ് കൂടുതലായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടെർമിനൽ വോൾട്ടേജിനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, ടെർമിനൽ വോൾട്ടേജ് വി. ടെർമിനൽ വോൾട്ടേജ് വിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ വരുന്ന വോൾട്ടേജ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ വരുന്ന വോൾട്ടേജ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് ഇ ജി മൈനസ് എന്തെഴുതണം? ഏറ്റവും ആദ്യം ഇതിനകത്ത് കണ്ടക്ടേഴ്സ്, ആർമേച്ചർ കണ്ടക്ടേഴ്സ് കാരണം അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പും കൂടെ ഇ ജിയിൽ നിന്ന് മൈനസ് ആയിട്ട് എവിടെ വരുള്ളൂ? ടെർമിനൽ വോൾട്ടേജിൽ വരുള്ളൂ. ദെയർഫോർ ഇ ജി മൈനസ് ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ഡ്രോപ്പ് ഐ എ ആർ എ ഡ്രോപ്പ് ഡ്യൂ ടു ആർമേച്ചർ റെസിസ്റ്റൻസ്. ഡ്യൂ ടു ആർമേച്ചർ റെസിസ്റ്റൻസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് എഴുതാം. അകത്തുണ്ടാവുന്ന കറണ്ട് ഐ എ, അകത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആർ എ. ഇ ജി മൈനസ് ഐ എ ആർ എ. ഇനി എന്തുണ്ടാവും? നമുക്കിനി ഒരു കാര്യം കൂടെ എഴുതാം. അതായത് ഈ ബ്രഷസിലും കുറച്ച് ഡ്രോപ്പ് ഉണ്ടാവും എന്ന് എഴുതാം. ഓക്കെ, ചില പ്രോബ്ലത്തിൽ ബ്രഷ് ഡ്രോപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം നമുക്കിത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം കൂടെ എഴുതാം. ബ്രഷ് ഡ്രോപ്പ് എന്നും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ബ്രഷ് ഡ്രോപ്പ്. അതായത് ഈ ബ്രഷസിൽ കുറച്ച് വോൾട്ടേജ് ഡ്രോപ്പായി പോകും. അത്രയും വോൾട്ടേജും കൂടെ ഡ്രോപ്പായിട്ട് എവിടെ കിട്ടുള്ളൂ? ഇതിൻ്റെ ഈ ടെർമിനലിൽ കിട്ടുള്ളൂ. ഈ ടെർമിനലിൽ കിട്ടുന്ന അതേ വോൾട്ടേജാണ് അല്ലേ? വോൾട്ടേജിൻ്റെ പാരലൽ പാത്ത് ഈക്വലാണ്. അത് നിങ്ങൾ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ വരുന്ന വോൾട്ടേജ് തന്നെയാണ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്. ഇവിടെ കിട്ടുന്ന അതേ വോൾട്ടേജ് തന്നെയാണ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്. ഓക്കെ, ഈ ഒരു ഫീൽഡ് വൈൻഡിങ്ങിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ്, ഇവിടെ കിട്ടുന്ന വോൾട്ടേജും ഇവിടെ കിട്ടുന്ന വോൾട്ടേജും സെയിം ആണ്. ഡ്യൂ ടു പാരലൽ പാത്സിൽ വോൾട്ടേജ് സെയിം ആണ്. ഓക്കെ, ഇനി നമുക്കൊരു ഇക്വേഷനും കൂടെ എഴുതിയാലോ? ആർമേച്ചർ കറണ്ട് ഐ എ. ആർമേച്ചർ കറണ്ട് ഐ എ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഐ എ ഈക്വൽ ടു ഒരു നോഡിൽ ഇൻകമിങ് കറണ്ട് വിൽ ബി ഈക്വൽ ടു കറണ്ട് ലീവിങ്. സോ ദെയർഫോർ ഐ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഐ എൽ പ്ലസ് ഐ എസ് എച്ച് എന്ന് എഴുതാം. ഓക്കെ, ലോഡ് കറണ്ട് പ്ലസ് ഷണ്ട് ഫീൽഡ് കറണ്ട്. ഓക്കെ, ഷണ്ട് ഫീൽഡ് കറണ്ട് എന്ന് എഴുതാം അല്ലേ? കറണ്ട് ഈ ഒരു നോഡിൽ നോക്കിയാൽ കറണ്ട് ഇൻകമ്മിങ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. സോ ഐ എക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. നെക്സ്റ്റ് നമുക്കിനി ഒരാളുടെ ഇക്വേഷൻ എഴുതണം. ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ ഐ എസ് എച്ചിൻ്റെ വാല്യൂ എത്ര ആണെന്ന് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഐ എസ് എച്ച് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഈ ഫീൽഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് എഴുതാം അല്ലേ? അതായത് ഇതിന് എക്രോസ് കിട്ടുന്ന വോൾട്ടേജ് ബൈ ഇതിൻ്റെ റെസിസ്റ്റൻസ്. സോ ഐ ഈക്വൽ ടു വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ. സോ ഇതിന് എക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? ഈ വോൾട്ടേജ് തന്നെയാണ് അല്ലേ? ഇവിടെ കിട്ടുന്ന വോൾട്ടേജും ഇവിടെ കിട്ടുന്ന വോൾട്ടേജും ഇവിടെ കിട്ടുന്ന വോൾട്ടേജും സെയിം ആണ്. ദെയർഫോർ ഈ റെസിസ്റ്റൻസിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? ക്യാപിറ്റൽ വി തന്നെയാണ്. ഐ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ. ഏത് ആറാണ്? ഇതിൻ്റെ റെസിസ്റ്റൻസ് ആർ എസ് എച്ച്. ഓക്കെ, സോ നമുക്ക് ഈ 3 ഇക്വേഷൻസ് എഴുതാം. ക്ലിയർ ആണോ? സോ ഇത്രയും ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് പ്രോബ്ലംസിൽ വരുമ്പം ആവശ്യം വരും. ഓക്കെ, നമുക്കിനി അടുത്ത മെഷീനെ നോക്കാം. അതായത് സീരീസ് വൗണ്ട് ഡി സി ജനറേറ്റർ.
ഓക്കെ. സോ ഇനി എന്താണ് എക്സ്പ്ലനേഷൻ എന്താണ്? ഇഫ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് in series with the armature winding, then it is called as series wound DC generator. Okay, if the field winding is connected in series with the armature winding, field winding armature winding series ആയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ they are called as series wound DC generator. ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ദേ ആർ കോൾഡ് ആസ് ഷണ്ട് വൗണ്ട് ഡി സി ജനറേറ്റർ. ഓക്കെ, നമുക്കിനി സീരീസ് വൗണ്ട് ഡി സി ജനറേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇനിയും വരയ്ക്കാം. സോ ഇനി എങ്ങനെ വരയ്ക്കാം? സോ ഏറ്റവും ആദ്യം ഡി സി ജനറേറ്ററിനെ വരയ്ക്കാം. ഓക്കെ, സോ ഏറ്റവും ആദ്യം ഡി സി ജനറേറ്ററിനെ വരയ്ക്കാം. ഒരു ഡി സി ജനറേറ്റർ ആണെങ്കിൽ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു കാർബൺ ബ്രഷസ് രണ്ട് സൈഡിലും കൊടുക്കാം. ആ ബ്രഷസിൽ നിന്ന് വോൾട്ടേജ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, സോ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇനിയും ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ നമുക്ക് ഇ ജി എന്ന് കാണിക്കാം. ഇതൊരു ഡി സി ജനറേറ്റർ ആയതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും കാണിച്ചു കൊടുക്കാം. ഇത് കാർബൺ ബ്രഷസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ആരെ കണക്ട് ചെയ്യണം? ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് എ സീരീസ് വൗണ്ട് ഡി സി ജനറേറ്റർ ആണെങ്കിൽ ദ ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ് ഇതിനകത്താണ്. സോ ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ ഫീൽഡ് വൈൻഡിങ്. അതിനെ ഓക്കെ, ഫീൽഡ് വൈൻഡിങ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഇനി എന്തിലാണ്? ഇനി ആരെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഇനി അവസാനം കൊണ്ടുവന്ന് ലോഡിലേക്ക് കണക്ട് ചെയ്യുക. ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി നമുക്കിനി ഇതിൻ്റെ കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് ഇതൊരു ഡി സി ജനറേറ്റർ ആണെങ്കിൽ ഇ ജി എന്ന് പറയുന്ന വോൾട്ടേജ് ഡി സി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുമ്പം ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആകുമ്പോൾ എന്ത് കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐ എ, ആർമേച്ചർ കറണ്ട് ഐ എ എന്ന് വിളിക്കാം. ഇതൊരു സീരീസ് റെസിസ്റ്റൻസ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ ഷണ്ട് റെസിസ്റ്റൻസിന് ആർ എസ് എച്ച് എന്ന് കൊടുത്തതുപോലെ സീരീസ് റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ആർ എസ് ഇ എന്ന് കൊടുക്കാം. ഇനി സീരീസ് വൈൻഡിങ്ങിൽ കൂടെ ഷണ്ട് വൈൻഡിങ്ങിൽ കൂടെ ഫ്ലോ ചെയ്ത കറണ്ട് ഐ എസ് എച്ച് ആണെങ്കിൽ സീരീസ് വൈൻഡിങ്ങിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ എസ് ഇ എന്ന് വിളിക്കാം. ഇനി ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ എൽ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ വിളിക്കാം. ഇനി ഇവിടെയാണ് എന്ത്? ടെർമിനൽ വോൾട്ടേജ്. ലോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വോൾട്ടേജ്. ടെർമിനൽ വോൾട്ടേജിന് ഇക്വേഷൻ എഴുതാം. സോ ഇതൊരു സീരീസ് പാത്ത് ആണെങ്കിൽ സീരീസ് പാത്ത് കറണ്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഐ എ വിൽ ബി ഈക്വൽ ടു ഐ എ തന്നെ, ഇതേ കറണ്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഐ എ ഈക്വൽ ടു ഐ എസ് സി ഈക്വൽ ടു ഐ എൽ എന്ന് നമുക്ക് എഴുതാം. ഇത്രയും കറണ്ടും സെയിം ആണ്, കാരണം ഒരു സീരീസ് പാത്തിൽ. ഓക്കെ, വോൾട്ടേജ് പാരലൽ പാത്തിൽ സെയിം എന്ന് പറയുന്നതല്ല, കറണ്ട് സീരീസ് പാത്തിൽ സെയിം ആണ്. ഐ എ ഈക്വൽ ടു ഐ എസ് സി ഈക്വൽ ടു ഐ എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അത് തന്നെ ആയിരിക്കും ഈ വാല്യൂ. അത് തന്നെ ആയിരിക്കും ലോഡ് കറണ്ടിലും കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ടെർമിനൽ വോൾട്ടേജിന് വി ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഇവിടെ വരുന്ന വോൾട്ടേജ്, ഇവിടെ വരുന്ന ഈ ലോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എഴുതണം. സോ ഇ ജി എന്ന് പറയുന്ന വോൾട്ടേജ് ജനറേറ്റ് ചെയ്താലും അത്രയും വോൾട്ടേജ് എവിടെ കിട്ടില്ല? ലോഡിൽ കിട്ടില്ല. സോ കുറേ വോൾട്ടേജ്, ഇനി റെസിസ്റ്റൻസ് ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡ്രോപ്പ് ആയിട്ടേ ഇവിടെ എത്തുള്ളൂ. സോ ഏറ്റവും ആദ്യം ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇ ജി, അതിൽ നിന്ന് ഓരോ ഡ്രോപ്പായിട്ട് മൈനസായി വരും. സോ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എവിടെയാണ്? ഏറ്റവും ആദ്യം ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്. ഒത്തിരി കണ്ടക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നല്ല റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ ഒരു റെസിസ്റ്റൻസ് കാരണം ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ദാറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് എഴുതാം. സോ അതിനകത്ത് ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ എ, ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആർ എ. സോ ഐ എ ആർ എ ഡ്രോപ്പാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഡ്രോപ്പ്, വോൾട്ടേജ് ഡ്രോപ്പ്. സോ ആ വോൾട്ടേജ് ഡ്രോപ്പിനെ നമ്മൾ എഴുതി. പിന്നെ ഇനി എന്ത് വരും? ബ്രഷ് ഡ്രോപ്പ് വരും. സോ ഇനി ബ്രഷ് ഡ്രോപ്പിനെ എഴുതാം. ബ്രഷ് ഡ്രോപ്പ് വരും. ഇനി ആര് വരും? സോ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ്, ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ടല്ലേ? സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിൻ്റെ ഡ്രോപ്പിനെ എങ്ങനെ എഴുതാം? ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അതായത്
ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ്. സോ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഐ എസ് സി തന്നെയാണ് ആര്? ഐ എ. ഓക്കെ, അപ്പം നമുക്ക് ഐ എ എന്ന് തന്നെ എഴുതാം. ഐ എ ഇൻറ്റു ആർ എസ് സി. ഓക്കെ, ഇത്രയും അല്ലേ ഉള്ളൂ റെസിസ്റ്റൻസ്. ബാക്കി വോൾട്ടേജ് ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ടെർമിനൽ വോൾട്ടേജിന് ഇക്വേഷൻ. സോ ഇതിനെ നമുക്ക് ഒന്നുകൂടെ എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇ ജി മൈനസ് ഐ എ ഇവിടെ കോമൺ എടുക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഐ എസ് സി എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഐ എ തന്നെയാണ് ഐ എസ് സി. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഐ എസ് കോമൺ എടുത്ത് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് സി എന്ന് എഴുതാം. ഓക്കെ, മൈനസ് ബ്രഷ് ഡ്രോപ്പ്. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഓക്കെ, സോ ഇതാണ് സീരീസ് വൗണ്ട് ഡി സി ജനറേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ഇക്വേഷൻ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കോമ്പൗണ്ട് വൗണ്ട് ഡി സി ജനറേറ്റർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.